ഹലോ അസ്സാം വലൈക്കും. എല്ലാവരെയും വർത്താനങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോണതേ നല്ല സ്വർഗത്തിന് അവകാശികളായ 4 ആൾക്കാരെ കാണാനാണ് കേട്ടോ പോണേ. ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസമായിക്കണു. അതിൻ്റെ ഇടയിൽ സൗണ്ട് അവിടെ പോയി, പിന്നെ വോയിസ് കൊടുക്കാൻ കോലല്ല, അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഈ വീഡിയോ അപ്ലോഡ് ആക്കാൻ. ഇപ്പോൾ കുറേ ഉള്ളിയും ചക്കരയും തിന്നിട്ടും ചുക്കാപ്പി കുടിച്ചിട്ടും ഒക്കെ കൂടെ കുറച്ചൊക്കെ സൗണ്ട് വന്നിക്കണ്. ഇത് കാത്തിരിക്കുന്നു. എന്തൊക്കെ മനസ്സൂറേ സുഖം മറ്റോര് വണ്ടിയിലുണ്ട്. വരും കുഞ്ഞാവാസാട്ടിലേഹം. ഞാൻ ഇന്റെ പാണ്ടിക്കാട്. എവിടെ കക്കുള കക്കോളല്ല, പാണ്ടിക്കാട് എത്താം. കക്കുളത്ത് അമ്മാന്റെ കൂടെ കൊടുക്കാനാണ്. അന്നെ നോക്കാൻ അന്നെ നോക്കാൻ നിങ്ങൾ രണ്ടാളെ നോക്കണമെങ്കിൽ മാക്ക് വയ്ക്കണ്ടേ. അല്ല ഇപ്പൊ വന്നോളൂ. ഇല്ലേ, ഞാനന്ന് സ്കൂളിൽ നിന്നൊന്ന് കണ്ടു. പിന്നെ ഞങ്ങൾ ആ ഗ്രൂപ്പിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞാണ്ട് അപ്പൊ അങ്ങനെ പരിചയമായി. ഇത് ഹസീന മൻസൂർ. ഇവര് ഉമ്മാക്കും ഉപ്പാക്കും 3 മക്കളാണുള്ളത്. ഒരു മകനുള്ളത് ഗൾഫിലാണ്. ഇവരെ ഏട്ടന് ഇവന് മൻസൂറിന് 35 വയസ്സായിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെയാണ് ഹസീനയും. ഒരു രണ്ടാളും 2 വയസ്സിൻ്റെ മാറ്റങ്ങളാണുള്ളത്. അപ്പോൾ ഓൾക്ക് ചെറുപ്പത്തിലേ എല്ലാ അസുഖമാണ്. ജന്മനാ അല്ല തന്നെയാണ് എല്ല് പൊട്ടുന്ന അസുഖം. അങ്ങനെ എല്ല് പൊട്ടുന്ന അസുഖത്തിൽ കുറേ പൊട്ടും വേദന സഹിച്ചും കുറേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും മാവിടും. അങ്ങനെ കുറേ കാലമായിട്ട് ഓലിങ്ങനെ ജീവിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓലെ കാണാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓല് ഞങ്ങൾ അടുത്ത് തന്നെയാണ്, തേലക്കാട് പറയുന്ന സ്ഥലത്താണ്. അടുത്ത സ്റ്റോപ്പ് തന്നെയാണ് കേട്ടോ. കുഞ്ഞാവക്ക് ഓലെ കണ്ടപ്പോൾ ഭയങ്കര പ്രയാസമായി. ഓൻ ഔത്തുക്ക് തന്നെ കയറാതെ നിൽക്കുകയാണ് കേട്ടോ. കുറേ നേരം ഓൻ അങ്ങനെ നിന്ന് പോയിട്ടോ. കാരണം ഇങ്ങനെ 2 ആൾക്കാരെ കണ്ട് ഓൻ തന്നെ അന്തം വിട്ടിക്കണ്. ഒറ്റ നോട്ടത്തിൽ കാണുന്ന ഞമ്മക്ക് ആർക്കും ഓലെ കാണുമ്പോൾ ഒരു പ്രയാസം തോന്നും. ഇത്രയും വർഷങ്ങളായിട്ട് ഓല ഔത്ത് തന്നെ ഇരിക്കണ ഓലൊക്കെ ഓലെ സംബന്ധിച്ച് അതിലും വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഹസീനാക്ക് കുറേ ഈ വണ്ടിയിൽ കുറേയൊക്കെ പുറത്തൊക്കെ പോകാൻ കഴിയും. പിന്നെ മൻസൂറിനെ സംബന്ധിച്ച് ഓനും ഇരിക്കാനൊക്കെ വെച്ചിരുന്നു. ആ ഇരിക്കാൻ വെച്ചിരുന്ന സമയത്ത് ഓൻ പോവുകയൊക്കെ ചെയ്തിരുന്നു പുറത്തേക്ക്. ഇപ്പോൾ ഒരു സ്ട്രോക്ക് വന്നുങ്ങാണ്ട് ആ ഒരു സൈഡ് കുഴഞ്ഞതിൻ്റെ കാരണം ഓന് കടക്കല്ലാതെ വേറൊന്നിനും കഴിയൂല. ബുദ്ധിപരമായിട്ട് ഒരു കുറവുമില്ല. ഫോൺ ഉപയോഗിക്കാനും വയ്ക്കും. ഫോണിലെ എല്ലാ കാര്യങ്ങളും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ എടുക്കാനും അതിലൊക്കെ ആക്റ്റീവായിട്ട് വർത്താനം പറയാനും ഒക്കെ വയ്ക്കും. പക്ഷെ ഇവരൊക്കെ കാണുമ്പോഴാണ് അള്ളാഹിൻ്റെ ദുനിയാവിൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് എന്ന് തോന്നിപ്പോകും കേട്ടോ. കാരണം എന്താ വെച്ചാൽ 2 കാലുമേ അൽഹംദുലില്ലാ നടക്കാൻ കഴിയുക. നമുക്കൊന്ന് ഒന്ന് ബാത്റൂമിൽ പോകണം തോന്നുമ്പോൾ ആ ഒരു ബാത്റൂമിൽ പോയി ഇരിക്കാൻ വയ്ക്കുക. അതന്നെ എത്രയോ പടച്ചവനെ നമ്മൾ സ്തുതിക്കണം കേട്ടോ. വർഷങ്ങളായിട്ട് മൻസൂർ ഈ ഒരു അവസ്ഥ തന്നെയാണ്. മൻസൂറിൻ്റെ ഒരു വർത്തമാനം പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തന്നെ സങ്കടം വന്നു പോയിട്ടോ. അവനോട് ഞാൻ ചോദിച്ചു, എടാ ഇത് എവിടെയെങ്കിലും ടൂറൊക്കെ പോയിക്കണോന്ന് ചോദിച്ചു. അതേപോലെ തന്നെ അവൻ ആദ്യമൊക്കെ ആരൊക്കെ വീൽ ചെയറിലൊക്കെ കൊണ്ടുപോയിനു എന്നൊക്കെ പറഞ്ഞു. അവൻ്റെ അമ്മമാരൊക്കെ കൊണ്ടുപോകലുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ അവന് ഇരിക്കാനും കിടക്കാനും വയ്യാത്തൊരവസ്ഥ ആവുകൊണ്ട് അവനിപ്പോൾ എടുക്കും പുറത്തേക്ക് ഇറങ്ങലില്ല എന്നാണ് പറഞ്ഞത്. ആരെങ്കിലും എടുത്തുങ്ങാണ്ട് അവനെ കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ ഓൻ്റെ കയ്യും കാലൊക്കെ അവിടെ ഇവിടെയും തട്ടി അവന് പൊട്ടി. പിന്നെ അതും കൊണ്ട് മാവിടാനും പിന്നെ ഒരു എല്ല് പൊട്ടിയാലൊരവസ്ഥ ഇപ്പോൾ നമുക്കറിയില്ലേ, അങ്ങനെ നടക്കണം. ഈ കടന്നൂറുണ്ട്. നമ്മളൊരു ബാത്റൂമിൽ പോയാൽ നമുക്ക് ചെരുപ്പ് ഇടാതെ ബാത്റൂമിൽ ചവിട്ടണ നമുക്ക് അറപ്പല്ലേ. അങ്ങനത്തെ സ്ഥാനത്ത് മൻസൂർ കടന്നുങ്ങാണ്ടാണ് ഓൻ്റെ കാര്യങ്ങൾ ബാത്റൂമിൽ നിർവഹിച്ചത്. അത് ശരിയാക്കാനോ വയസ്സായ ഒരു 55, 56, 60 വയസ്സിൻ്റെ ഉള്ളിൽ അമ്മക്ക് പ്രായം എനിക്ക് തോന്നുന്നുണ്ട്. പറ്റ ക്ഷീണിച്ച അവശയായിട്ടൊരു ഉമ്മയാണ്. ഞാൻ അതിനോട് പിന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഷുഗർ തന്നെ ഉണ്ട്, 560 വരെ വരലുണ്ട്. അപ്പം എന്നോട് പറയാം എങ്ങനെ വരാതിരിക്കും, ഇത്രയും ടെൻഷനിലാണ് ഞാൻ ഈ കഴിയണതെന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു സുഖമില്ലാത്ത ഉമ്മയുണ്ട്, ഒരു ഉപ്പയുണ്ട്. ആ ഒരു വീട്ടിൽ ഏട്ടനുണ്ട് കേട്ടോ. ഏട്ടൻ ഗൾഫിലാണ്. ഓരൊക്കെ നല്ല സഹകരണമൊക്കെ തന്നെയാണ്. പക്ഷെ അവനാൻ്റെ തടി കൊണ്ട് വയ്ക്കൂല എന്നുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണല്ലോ. ഒരു കല്യാണത്തിന് പോക്കില്ല, ഒരു തക്കാരത്തിന് പോക്കില്ല, ഒരു അയൽവാസികളുടെ അടുത്തേക്ക് പോക്കില്ല, ഒരു സംഭവത്തിനും പോക്കില്ല ഈ ഒരു 4 ചുവരിൻ്റെ ഉള്ളിൽ. അതോ ഇമാതിരി ചൂടല്ലേ. AC ഒക്കെ ഉണ്ട് റൂമിൽ, പക്ഷേ AC അവന് പറ്റൂല. AC കൂടുതൽ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ അവന് കഫക്കെട്ട് വരും. പിന്നെ അവന് കുറച്ച് തുപ്പാനൊന്നും വരാത്തല്ലേ. അപ്പോൾ ആ ഒരു ഇൻഫെക്ഷൻ വന്നുകൊണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടായി അഡ്മിറ്റൊക്കെ ആവേണ്ടി വരുന്ന അവസ്ഥയാണ്. അപ്പോൾ AC റൂമിലും ഇരിക്കാൻ കഴിയൂല. ഓനോട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ച് വർത്താനം പറയുന്നതിൻ്റെ ഇടയിൽ ഓൻ പറയേക്കാരം പഠിച്ചോ പഠിച്ചിക്കണേ ഇങ്ങനെ ഇടങ്ങാറാകാനല്ലേന്ന്. അത് ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഗതികേടാണ് കേട്ടോ.
അതേപോലെ തന്നെ പിന്നെ ഒരു മനസ്സ് ഓൻ പറയും ഓൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇതേപോലെ വീൽ ചെയറിലില്ലതും ഒക്കെ ഓനെ എല്ലാവരും ഇങ്ങനെ വിളിച്ചും ബന്ധപ്പെടും ചെയ്തിട്ട്. അപ്പോൾ ഓനോട് പറയാം നിങ്ങൾ ഓലയും കൂടി വീഡിയോയിലൊന്ന് പറയുന്നുണ്ട് കേട്ടോ, ഇച്ച് തിന്നാനും കുടിച്ചാനൊന്നും ബുദ്ധിമുട്ടില്ല താത്ത. പിന്നെ ആൾക്ക് 3 കുട്ടികളാണ്. അങ്ങനെ ഓരോ ആൾക്കാരും നമുക്ക് പരിചയപ്പെടുത്തി തരും. ഓലെ പറ്റി ഒന്ന് വീഡിയോ ഇടുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ആൾക്കാർ സഹായം ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ. ഓൻ്റെ മനസ്സ് അങ്ങനെയാണ് കേട്ടോ. ഓർക്ക് രണ്ടാക്കും അസീനാക്കും മൻസൂറിനും വർത്താനം പറയണേനും ഫോൺ ഉപയോഗിക്കണേനും ഫോണിൽ പിന്നെ എല്ലാവരോടും കമ്പനി കൂടാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓർക്ക് ഓലെ ലോകം അതാണ്, വേറൊന്നുമില്ല. ഒരു ചേർത്തില്ല മറന്നതത്ര കൽക്കണ്ടുണ്ട്, ശർക്കര ഉണ്ട്, ചാമണ്ടല്ലേ, മുന്തിരി മുന്തിരിണ്ടോ, തെന്ന തെന്ന തേന 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 രാഗി സൂചിക്കോതമ്പ് 500 അരക്ക് ചെറിയ കൊടപ്പനപ്പൊടി ഉണ്ടല്ലേ, ചെറിയ ഉള്ളി. സ്കൂളിന്റെ പടി പോലും ചവിട്ടാത്ത മൻസൂറിന് വായിച്ചാനും വയ്ക്കും, അതേപോലെ തന്നെ അസീനാക്കും വയ്ക്കും കേട്ടോ. അതേപോലെ നിസ്കരിക്കാനും ഓതാനും ഒക്കെ വയ്ക്കും. സ്ട്രോക്ക് ഈ ഭാഗം കൈകൊണ്ട് നീ കൈയില്ലേ സ്ട്രോക്ക് ഒന്ന് കൂടെ. ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയിലാണെങ്കിലും ഓൾക്ക് ഓരോ കഴിവുകൾ അല്ല കൊടുത്തിട്ടുണ്ട്. ആ ഒരു അതിനെ കഴിവുകൾ ഉപയോഗിച്ചിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ മൻസൂറിൻ്റെ നമ്പർ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഓല് ഈ ഔത്തൊന്ന് പുറത്തേക്ക് ഇറക്കാതിരിക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓനായിട്ട് ഒന്ന് വർത്തമാനം പറയണമെങ്കിൽ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ഗൂഗിൾ പേ നമ്പർ ഒന്നല്ല കേട്ടോ. ഇതൊരു സഹായം ചെയ്യാൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും സഹായിക്കാൻ ഓനെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓനെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്പർ തരും കേട്ടല്ലേ. മൻസൂറിൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.